മാന്യ സദസ്സിന് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വിടർന്ന് പുഞ്ചിരി തൂകുന്ന ഏതൊരു പൂവിനും പറയുവാനുണ്ടാകും മഞ്ഞും കുളിരും സഹിച്ച് ഒരു രാത്രി മുഴുവനും വിടരുവാനായി കാത്തിരുന്ന നൊമ്പരത്തിന്റെ കഥ. അതുപോലെ നമ്മുടെ രാജ്യത്തിനുമുണ്ടായിരുന്നു കഷ്ടപ്പാടിന്റെ ഒരു ഭൂതകാലം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകം മുഴുവനും നിദ്രയിലാണ്ടപ്പോൾ 2 നൂറ്റാണ്ടുകാലം നീണ്ടു നിന്നിരുന്ന വിദേശാധിപത്യത്തെ തകർത്തെറിഞ്ഞ് ഭാരതം ഒരു പുത്തൻ യുഗത്തിലേക്ക് പ്രവേശിച്ചു. പാരതന്ത്ര്യത്തിന്റെ അന്ധകാരത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് പദമൂന്നിയ ഭാരതാംബിക 6 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഓരോ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ഈ സത്യം അയവിറക്കുന്നു. അഹിംസയുടെ വഴിത്താരയിൽ അടിവെച്ച് മുന്നേറിയ മഹാത്മാഗാന്ധിയും ആ തോളോട് ചേർന്ന് ധീരധീരം യജ്ഞിച്ച ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ പ്രഘോഷിച്ച ലോകമാന്യ തിലകനും എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ സംഘടിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസും പേരറിയാത്ത അനേകായിരങ്ങളും ഇന്ത്യൻ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം നമുക്ക് ജീവാമൃതമാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടിച്ചമർത്തി ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവർക്കെതിരെ നടത്തിയ അവധിയില്ലാത്ത പോരാട്ടങ്ങളുടെ ചോര വീണ് ചുവന്ന മണ്ണാണ് നമ്മുടേത്. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊടുത്തുവെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന ആശാന്റെ വാക്കുകളാണ്. 1947 നിന്നും 2024 എത്തി നിൽക്കുമ്പോൾ കോട്ടങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും ഭീകരവാദവും അരാജകത്വവും നിറഞ്ഞാടുമ്പോൾ മറുവശത്ത് നിസ്സഹായരുടെ തേങ്ങലുകൾ ആരും കേൾക്കാതെ പോകുന്നു. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആധുനിക മനുഷ്യന്റെ ആസുര കാലഘട്ടത്തിൽ കവി പറയുന്നത് പോലെ ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം. എന്നിരുന്നാലും നേട്ടങ്ങളുടെ കണക്കുകളും തീരെ ചെറുതല്ല. ശാസ്ത്ര സാങ്കേതിക രംഗം, വിദ്യാഭ്യാസം, പ്രതിരോധം, കായിക രംഗം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാന്ദ്രയാനും മംഗൾയാനും ആദിത്യ എൽവണ്ണുമെല്ലാം അതിന്റെ നേർക്കാഴ്ചകളാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും മനുഷ്യന്റെ ചിന്താധാരകളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ അതിർവരമ്പുകൾക്ക് മീതെ മനുഷ്യർ തീർത്ത അത്ഭുതങ്ങളായിരുന്നു അങ്കോളയിലെ കാണാതായ യുവാവിന് വേണ്ടി നടത്തിയ തിരച്ചിലും ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ ഒരു നാടിന് നൽകിയ സ്നേഹവും. ഇതാണ് നമ്മൾ, ഇതാണ് മനുഷ്യർ, നമ്മൾ ഇന്ത്യക്കാർ. ഭാഷ, വേഷം, മതം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്നവർ. എന്നാൽ ഒത്തൊരുമയിൽ മറ്റു രാജ്യങ്ങൾക്കെല്ലാം മാതൃകയായി സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യയിൽ വസിക്കുന്നവർ, അതെ നമ്മൾ ഇന്ത്യക്കാർ. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ മനസ്സിൽ ആലേഖനം ചെയ്തിടാം. ഇന്ത്യ ഹിന്ദുവിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മുസൽമാന്റേതുമല്ല. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.